ഞാൻ മാത്രമല്ല സർ, എൻ്റെ അനിയത്തിക്കും കുഴപ്പമൊന്നുമില്ല. കേക്ക് കട്ടിയുന്ന സമയത്ത് അവള് റൂമിലായിരുന്നു. അവള് പ്രഗ്നന്റാ. ഈ അവസ്ഥയിൽ ഞാൻ അവളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും വരികയോ അങ്ങനെ? ഇല്ല സർ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീട്ടിൽ CCTV ഉള്ളതല്ലേ? അതെ. ഇവിടെ വെച്ച് കൂടുതലായൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എല്ലാവരുടെ അവസ്ഥ ഒന്ന് മെച്ചപ്പെട്ടിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. അപ്പോൾ എല്ലാവരും വന്ന് മൊഴി കൊടുക്കണം. ശരി സർ. എന്തായി ഡോക്ടർ? അത്ഭുതം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ ആ ഹാർട്ട് പേഷ്യന്റ് രക്ഷപ്പെട്ടത് ശരിക്കും ഈശ്വരാനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഡോക്ടർ, എനിക്ക് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണമായിരുന്നു. അതിനെന്താ, വരൂ, നമുക്ക് ക്യാബിനിലേക്ക് ഇരിക്കാം. ശരി ഡോക്ടർ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഷ്യൻസിനെ കയറി കാണാം കേട്ടോ. ഇപ്പൊ അർച്ചനയ്ക്ക് ആശ്വാസമായില്ലേ? ഇനിയിപ്പോ എന്റെ ആവശ്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനങ്ങോട്ട്. വളരെ നന്ദിയുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അപരിചിതനായിട്ട് കൂടി ഇന്നലെ രാത്രി മുതൽ ഇപ്പൊ വരെ കൂടെ നിന്ന് സഹായിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മളൊക്കെ മലയാളികളല്ലേ അർച്ചന? അതെ, ഒരു പ്രശ്നം വന്നാലേ ഒറ്റക്കെട്ടായി നിന്നല്ലേ നമുക്ക് ശീലം. ഞാനേ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ സഹായിച്ചതേ ഉള്ളൂ. നന്ദിയും കടപ്പാടും ഒക്കെ മുകളിലിരിക്കുന്ന ഈശോയോട് പറഞ്ഞാൽ മതി. എന്തിനാണെന്നറിയോ? അർച്ചനയുടെ നെഞ്ച് തകർന്നുള്ള പ്രാർത്ഥന കേട്ടതിനും സഹായിച്ചതിനും. ദൈവം എപ്പോഴും കൂടെയുണ്ട്. അവനെ മുറുകെ പിടിച്ച് പ്രാർത്ഥനയോടെ ജീവിക്കുക. ബാക്കിയൊക്കെ പുള്ളി നോക്കിക്കോളും. എന്നാ ശരി അർച്ചന, ഇനി താമസിക്കണ്ട. അകത്ത് ചെന്ന് തന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ പോയി കാണുക, സംസാരിക്കുക. ഞാൻ ഇറങ്ങട്ടെ? ശരി. അതെ, പേരെന്തായിരുന്നു? ഈശോ. അപ്പം മൈക്കിൾ.
സച്ചേട്ടാ. ആ. ഇപ്പൊ എങ്ങനെയുണ്ട് സച്ചേട്ടാ? നല്ല ക്ഷീണമുണ്ട്. അത് ഇഞ്ചക്ഷന്റെ മരുന്നിന്റെ ഒക്കെയാ. ഇന്നലെ ഡിസ്ചാർജ് ചെയ്യാൻ നേരം ഡോക്ടർ പറഞ്ഞിരുന്നു നല്ല ക്ഷീണം കാണുമെന്നും റെസ്റ്റ് എടുക്കണമെന്നൊക്കെ. എന്നാലും വല്ലാത്തൊരു സംഭവമായിപ്പോയി. എല്ലാവർക്കും ഇതെങ്ങനെ ഒരുമിച്ച് ഫുഡ് പോയിസൺ അടിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അത് മെഡിക്കൽ റിപ്പോർട്ട് വന്നാലേ അറിയാൻ പറ്റൂ. ഈശ്വരാധീനം കൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. ഈശ്വരാധീനം മാത്രമല്ലല്ലോ, താനും കൂടെ ഉള്ളതുകൊണ്ടാ ആർക്കൊന്നും പറ്റാഞ്ഞേ. ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും താൻ പതറിപ്പോകാതെ ധൈര്യമായിട്ട് എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? നമുക്കിടയിൽ നന്ദി പറയരുതെന്ന് മുമ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നില്ല. എന്റെയും എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചതിന് ഒരു നന്ദി പറയാതിരിക്കാനും തോന്നുന്നില്ല. നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. ആദരം കൂടി സഹായിച്ചിട്ടാ എല്ലാം എന്നെ കൊണ്ട് സാധിച്ചത്. ഇതിനൊക്കെ അപ്പുറം ഞാനും സച്ചേട്ടനും നമ്മുടെ കുടുംബം എല്ലാം നന്ദി പറഞ്ഞ് കടപ്പെട്ടിരിക്കേണ്ടത് മറ്റൊരാളോടാ. മൈക്കിൾ. അദ്ദേഹം ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാനാവില്ലായിരുന്നു. ശരിക്കും മൈക്കിൾ ആരായിരിക്കും? ഒരു വഴിപോക്കൻ അല്ല. പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആരാന്നും എന്താന്നും. കുറെ നല്ല ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ കഷ്ടപ്പെടുമ്പോൾ ഒരു വഴിപോക്കനായി വന്ന് നമ്മളെ സഹായിച്ച് എല്ലാവരെയും രക്ഷപ്പെടുത്തിയ ആള് ദൈവം. സച്ചേട്ടാ, അഖിലാണ്ടത്തിനും ഉടയവനായ വിശുദ്ധ ദൈവം. നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായാലും സാരമില്ല. ഈ അവസരത്തിൽ പ്രാർത്ഥനയ്ക്കപ്പുറം ഒരു മരുന്നുമില്ല, ഒരു വഴിയുമില്ല. ദൈവത്തിന് മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിന് മുന്നിൽ നിന്ന് അപേക്ഷിച്ചാൽ എല്ലാവരെയും അവിടുന്ന് കാത്തോളും. പോലീസിൻ്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചിരുന്നു. നമ്മളെല്ലാവരും കഴിച്ച കേക്ക് തന്നെയാണ് പോയിസൺ ഉണ്ടായിരുന്നത്. അർച്ചനയെ ആതിരെ അത് കഴിക്കാത്തതുകൊണ്ടാണ് ഒന്നും പറ്റാത്തതും എല്ലാവരും രക്ഷപ്പെടുത്താനായത്. അർച്ചന കേക്ക് ഓർഡർ ചെയ്ത ബേക്കറിയിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ അവരിത് അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാനും അവരോട് വിളിച്ചു ചോദിച്ചു, നന്ദേട്ടാ, ഞാൻ ഓർഡർ ചെയ്ത കേക്കല്ല ശരിക്കും എല്ലാവരും കഴിച്ചത്. ഇതിനിടയിൽ എന്തോ നടന്നിട്ടുണ്ട്. അതിന് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? അർച്ചന കൊണ്ടുവച്ച കേക്ക് ആരോ മാറ്റി വെച്ചിട്ട് പോയ്സണുള്ള കേക്ക് കൊണ്ടുവച്ചു. ഞാൻ ആരോ എന്ന് പറഞ്ഞെങ്കിലും അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഡോക്ടർ പറയുന്നത് അവന്തിയെടുത്ത് ഇതൊക്കെ ചെയ്തു എന്നാണോ? അല്ലാതെ ആ വീട്ടില് ഇതാര് ചെയ്യാൻ? ആ കുടുംബത്തിലെ എല്ലാവരെയും കൊല്ലാൻ നടക്കുന്ന ആളല്ലേ അവന്തിക. അപ്പൊ പിന്നെ തീർച്ചപ്പെടുത്തിക്കൂടെ? അവന്തികയാണ് ചെയ്തതെങ്കിൽ അവന്തിക അറിഞ്ഞു വെച്ചോണ്ട് കേക്ക് കഴിക്കൂ? അനഘയെ കഴിക്കാൻ സമ്മതിക്കുമോ? അതെ ഡോക്ടർ, നന്ദേട്ടൻ പറഞ്ഞ ശരിയാ. എല്ലാവരുടെയും മുന്നിൽ വെച്ചാ ഏട്ടത്തെ അനഘയും കഴിച്ചത്. മാത്രല്ല എല്ലാവരും പോലെ അവരും കുഴഞ്ഞു വീണു.
എല്ലാവരുടെ ശരീരത്തിലുള്ള പോയിസൺ അവരുടെ ശരീരത്തിലും ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ആപത്ത് വരുന്ന രീതിയിൽ ഒന്നും ചെയ്യത്തില്ല അവന്തിക. സംഭവം വേറെന്തോ ആണ്. ഇതിനിടയിൽ എന്ത് നടന്നു എന്ന് അറിഞ്ഞാലേ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പോലീസ് എന്താ പറയുന്നത്? അവര് പറഞ്ഞത് വേണയിൽ ബേക്കറി ഉടമയ്ക്കെതിരെ കേസെടുക്കാന്നാണ്. അങ്ങനെ ഒരു പ്രതിയല്ല നമുക്ക് വേണ്ടത്. ഇതാര് ചെയ്താലും അവരെയാണ് നമുക്ക് ആവശ്യം. എന്തായാലും ഞാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ കേസ് മറ്റൊരാളെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് അന്ന് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്നോട് പറഞ്ഞത്. അദ്ദേഹം മറ്റെന്തോ കേസിലാണെന്നും വരാൻ അല്പം വൈകുമെന്നും പറഞ്ഞു. ആരെയും നമുക്കിപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനാവില്ല. അതുകൊണ്ട് കേസിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. പ്രതി ആരാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം തീരുമാനിക്കാം ബാക്കി എന്താണെന്ന്. എന്നെ എൻ്റെ കുടുംബത്തെയും ഒരുമിച്ചില്ലാതാക്കാൻ ശ്രമിച്ചത് ആരാണെന്നും അതിൻ്റെ പിന്നിൽ എന്തുദ്ദേശമായിരുന്നെന്നും അറിയണം. അതെ നന്ദേട്ടാ, അങ്ങനെ വിടരുത്. ആരാണെന്നറിഞ്ഞ് നല്ല ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ വേണം. അതിന് പറ്റിയില്ലെങ്കിൽ നമുക്ക് തന്നെ ശിക്ഷിക്കാം. അത്രയ്ക്ക് ഞാനൊന്ന് ടെൻഷനായിപ്പോയി. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അർച്ചനെ. നെല്ലിശ്ശേരിയിലെ ജീവനെടുക്കാൻ ഒരുത്തൻ ശ്രമിച്ചുവെന്നും അതിൽ 3/4 ഭാഗം വിജയിച്ചുവെന്നും പറയുന്നത് നന്ദൻ മരിക്കുന്നതിനും തുല്യമായ കാര്യമാണ്. എൻ്റെ വേണ്ടപ്പെട്ടവരുടെ സന്തോഷം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയെന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ്. കേസന്വേഷണം എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഏത് വിധേനയും എനിക്കതറിയണം. ഇതുവരെ നമ്മുടെ കൺമുന്നിൽ വരാത്ത പുതിയ ശത്രുവാണോ? സന്ധ്യ പറഞ്ഞ പോലെ കൺമുന്നിൽ തന്നെയുള്ള ശത്രുവാണോ എന്ന്. ചേച്ചി എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ചേച്ചി ഇപ്പൊ ആലോചിച്ച് നിൽക്കുന്നത് കാണുമ്പോഴേ പേടിയാ. ആശുപത്രിയിൽ കിടന്നതും വയറ് കഴുകിയതും ഒക്കെ ഓർമ്മ വരും. ചേച്ചി ഒരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇവിടുത്തെ ആ കിളവനും മക്കൾക്കും എന്തിന് നമ്മളെ കൊല്ലണോന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ദൈവം ആയുസ് വാരിക്കോരി കൊടുത്തിരിക്കുക. ഒരെണ്ണം പേരിനെങ്കിലും ചത്തോ? ഇല്ല. തൽക്കാലം ഈ പരിപാടി ഒന്ന് മാറ്റിപ്പിടിക്ക്. എന്നിട്ട് വേറെ വല്ല വഴിയോ ആലോചിക്ക്. എന്റെ പ്ലാൻ എല്ലാം കറക്റ്റ് ആയിരുന്നു. അതിനിടയ്ക്ക് ഒരുത്തം വന്ന് കയറിയതും എല്ലാം പാളിപ്പോയി. നമ്മളും കഴിച്ചതുകൊണ്ടാ പോലീസിന് നമ്മളെ സംശയമില്ലാത്തത്. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. നമ്മള് കാരണം അർച്ചന പിന്നെയും സ്റ്റാറായി. അവൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? അവൾ ഈ വീട്ടിലില്ലെങ്കിൽ പിന്നെ എല്ലാം ഈസിയാ. അല്ല ചേച്ചി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. കേക്കില് വിഷം ചേർത്ത പോലെ ഇവിടുത്തെ ചോറില് വിഷം ചേർത്ത് എല്ലാത്തിനും ഇങ്ങ് കൊന്നാ പോരെ? കൊള്ളാം, നല്ല ബുദ്ധി. ചോറില് വിഷം ചേർത്ത് എല്ലാത്തിനെയും കൊന്നിട്ട് നമുക്ക് നേരെ സ്റ്റേഷനിൽ പോയി പിടികൊടുക്കാം. ഇതിപ്പോ കേക്ക് ആയതുകൊണ്ട് ആ ബേക്കറിക്കാരന്റെ തലയിൽ വെച്ചു കൊടുക്കാൻ പറ്റി. അവളുടെ ഓരോ മണ്ടത്തരങ്ങള്. പിന്നെ ചേച്ചി നല്ലൊരു ബുദ്ധി പറയും. ഒന്നുകിൽ അർച്ചനയെ കൊല്ലണം, അല്ലെങ്കിൽ അവൾ ഇന്നും നിൽക്കുമ്പോ ഇവിടുന്ന് പോണം. അത് തന്നെയാ ഞാനും ആലോചിച്ച് നിന്നെ. നമ്മൾ തൊടുത്തുവിട്ട അസ്ത്രങ്ങളെല്ലാം അർച്ചന നിഷ്പ്രഭമാക്കിയ സ്ഥിതിക്ക് ഇനി നമ്മൾ എഴുതി കൊടുക്കേണ്ടത് സാധാരണ ഒരു അസ്ത്രം ആവരുത്. ഒരിക്കലും പരാജയപ്പെടാത്ത, വിന്യസിച്ച് തീജ്വാലകളായും ഇടിമിന്നലായും മാറുന്ന ഉഗ്ര അഗ്നിഗോളമായ സാക്ഷാൽ ബ്രഹ്മാസ്ത്രം തന്നെ ആവണം. നമ്മുടെ കയ്യിലുള്ള ആ ബ്രഹ്മാസ്ത്രമാണ് അർച്ചന പ്രസവിക്കില്ല എന്നുള്ളത്. ഞാനും നീയും ഉൾപ്പെടെ 4 or 5 പേരിൽ ഇത്രയും നാളും ഭദ്രമായിരുന്ന ആ രഹസ്യം പരസ്യമാക്കണം. സച്ചി അർച്ചനെ അറിയണം. അവൻ ഒരിക്കലും ഒരു കുഞ്ഞിന്റെ തന്തയാവില്ലെന്നും അവൾ ഒരിക്കലും തള്ളയാവില്ലെന്നും.
ചേച്ചി അത് സച്ചിയേട്ടനോട് സംസാരിച്ച് ശരിയാക്കിക്കോളാന്ന് പറഞ്ഞല്ലേ അവര് വിവാഹം കഴിപ്പിച്ചത്. അപ്പോ ആ മാഷും കമലയും ഇതിവിടെ എല്ലാരോടും പറഞ്ഞ അത് കള്ളമാണെന്ന് ഞാൻ പറയും. ഇത്രയൊക്കെ ചെയ്യുന്ന എനിക്ക് അത് കള്ളമാണെന്ന് തെളിയിക്കാനാണോ പ്രയാസം? എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് മോളെ സച്ചിയെ കൊണ്ട് കെട്ടിച്ചെന്നും പറഞ്ഞ് ഞാൻ കുറച്ച് ഡയലോഗ് അടിക്കുന്നതോടെ അത് കുടുംബ കലഹമായി മാറും. ആ കലഹം പോയി നിൽക്കുന്നത് സച്ചിയുടെ അർച്ചനയുടെയും പിണക്കത്തിലായിരിക്കും. അതുവഴി വേർപിരിയലും ആയിരിക്കും. സച്ചിയുടെ കുഞ്ഞിനെ കോരിയെടുക്കാൻ കാത്തിരിക്കുന്ന സേതുമാധവന്റെ മനസ്സിൽ അർച്ചനയോടുള്ള വെറുപ്പ് കൂടി കുത്തിവെച്ചു കൊടുത്താ അർച്ചന ഇവിടുന്ന് എന്നേക്കുമായി പോവും. അതല്ലെങ്കിൽ എല്ലാം കണ്ടും കേട്ടും അവൾ തന്നെ അവളുടെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും. തൊട്ടിലാട്ടാൻ കാത്തിരിക്കുന്നവള് ഒരു മുഴം കയറിൽ നിന്ന് ആടുന്നത് ഞാൻ കാണിച്ചു തരാം നിനക്ക്. ഏയ്, ഇപ്പൊ ആർക്കും ഒരു കുഴപ്പമില്ല. വൈകാതെ ഞങ്ങൾ ഓഫീസിൽ വന്നു തുടങ്ങും. ആ, പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ ആനന്ദ്, ഞാൻ വിളിക്കാം. ആ, എടുത്ത് കിടന്നില്ലായിരുന്നോ? ആ ഇല്ല, നിന്നോടൊന്ന് സംസാരിച്ചിട്ട് കിടക്കാന്ന് കരുതി. എന്താ എടുത്തി? എന്താ കാര്യം? കാര്യം ഒരു ദിവസം ഞങ്ങളെല്ലാവരും നിന്നോട് പറഞ്ഞു തന്നെയാ. നിന്റെ അർച്ചനയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോ ഇത്രയും മാസമായില്ലേ. ഒരു ഡോക്ടറെ പോയി കാണുന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യാത്തെ? എടുത്തി, അത് ചെയ്യാതിരുന്നല്ല. ഞാനും അർച്ചനയും പോകണമെന്ന് കരുതിയതാ. പക്ഷേ അപ്പോഴല്ലേ എല്ലാവരും ഹോസ്പിറ്റലായത്. ഉടനെ പോവാം. പിന്നെ നിങ്ങളെല്ലാവരും പറയുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ. എൻ്റെ അർച്ചനയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു. എങ്കിലും ആദ്യത്തെ 6 മാസം ഞങ്ങൾ തമ്മിൽ വലിയ സ്വരച്ചേർച്ചയിലൊന്നും അല്ലായിരുന്നു എന്ന് ഏടത്തേക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. മറ്റുള്ളവരോട് അതൊന്നും പറയാൻ പറ്റാത്തോണ്ടാ ഞാനൊന്നും മിണ്ടാത്തെ. എടാ, അതൊക്കെ ശരി തന്നെ. എങ്കിലും സന്ധ്യയെ പോയി കണ്ട് ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാ സച്ചി. 6 മാസം നിങ്ങൾ അകൽച്ചയിലായിരുന്നെങ്കിലും ഇതിപ്പോ വീണ്ടും ഇത്ര മാസമായില്ലേ. ഏട്ടത്തി പറഞ്ഞു എന്ന് കരുതി നിനക്ക് വേറൊന്നും തോന്നണ്ട. ഈ വീട്ടിലെ എല്ലാവരുടെ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞത്. സന്ധ്യ മിടിക്കുക. എന്തെങ്കിലും ചെറിയ തടസ്സമുണ്ടെങ്കിൽ സന്ധ്യയുടെ ട്രീറ്റ്മെന്റിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവുള്ളൂ. എത്ര നാളെന്ന് കരുതിയാ നീയും അർച്ചനയും ഇവിടെ ഉള്ളവരും ഇതിനായി കാത്തിരിക്കുന്നേ. നന്ദേട്ടന്റെ വർത്തമാനത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇത് തന്നെയാ. അതാ ഞാൻ തന്നെ ഇത് നിന്നോട് വന്ന് നേരിട്ട് പറയാമെന്ന് കരുതിയേ. സച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വീട്ടിലെ ഓരോ ഇടവേളകളിലും ഓരോ സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എനിക്ക് ആദ്യമൊക്കെ താല്പര്യമില്ലായിരുന്നെങ്കിലും സന്ദീപ് ആതിര വിവാഹം, ആ സന്തോഷം കഴിഞ്ഞപ്പോഴേക്കും എന്റെ നന്ദേട്ടന്റെ തിരിച്ചുവരവ്. ഇനിയുള്ളത് നമ്മുടെ അർച്ചന അമ്മയാവാൻ പോവാന്നുള്ള സന്തോഷ വാർത്തയാ. നിന്നെപ്പോലെ തന്നെ ആ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നവരാ ഇവിടെയുള്ള എല്ലാവരും. എടാ, ഈ ചെക്കപ്പ് എന്നൊക്കെ പറയുമ്പോ നീ ടെൻഷനൊന്നും ആവണ്ട. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും പറഞ്ഞിട്ട് നീ അത് മുഖവിലേക്ക് എടുക്കുന്നില്ലാന്ന് വേണ്ട. എന്റെ വാക്കുകൾ വെറുതെ തള്ളിക്കളഞ്ഞ് നീ ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ട. നീ ചെന്ന് അർച്ചനോട് കാര്യം പറ. സന്ധ്യയെ വിളിച്ചു പറഞ്ഞ് നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതാ നല്ലത്. ഇതൊന്ന് കഴിഞ്ഞാ സമാധാനായിട്ടിരിക്കാലോ. നീ ചെല്ല്, എന്നിട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്ത്. ആ എടാ, പിന്നെ അർച്ചനയുടെ അടുത്ത് ഇത് പറയുമ്പോ ചിലപ്പോ അവക്ക് വിഷമായിന്ന് വരും. അത് പൊതുവെയുള്ളൊരു പേടിയാ. അവൾക്ക് വിഷമം തോന്നാത്ത രീതിയിൽ വേണം നീ ഇത് അവതരിപ്പിക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ വന്നില്ലാന്ന് വരും. ഇനി
അർച്ചനയ്ക്ക് വിഷമം തോന്നുമെന്ന് കരുതി സന്ധ്യയും ചിലപ്പോൾ ഒഴിഞ്ഞു മാറിയെന്ന് വരും. എന്ത് വന്നാലും നാളെ പോണം, കേട്ടല്ലോ? ഓ എടുത്തി. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.